അസ്സലാമു അലൈക്കും. ആഷിഖ് ബോധലി കൊടുപ്പള്ളി. പിന്നെ കുറേ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോഴാണല്ലോ വീഡിയോ ഇങ്ങനെ വരിക. ഒരു വഴിക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. വേറൊന്നുമില്ല, തിരുവണ്ണൂർ വൈഫ് പോവുക. പിറ്റേന്ന് ഇൻഷാ അള്ളാ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അതും കഴിഞ്ഞ് റിട്ടേൺ വരിക. അപ്പോൾ അതുവരേക്കൊരു വ്ളോഗിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാറെടുത്ത് ഇറങ്ങിങ്ങാണ്ട് ഇപ്പോൾ അതാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കോവൂരെത്തിട്ടോ. കോവൂർ കഴിഞ്ഞ് ചേവായൂരും കഴിഞ്ഞ് അങ്ങനെ ടൗണിൽ കൂടെ പോകാൻ വിചാരിച്ച്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് മറ്റേ സൈഡ് കൂടെയും വരട്ടിയാക്കുന്ന തിരണ്ട് കുറ്റിക്കാട്ടൂർ പെരുമണ്ണ റൂട്ടിന്. അത് ചെറിയ റൂട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. മറ്റേ ഇങ്ങനെ കുറേ തിരിഞ്ഞ് വളവും തിരുവായി കട്ട റോഡ് പോയി ഇങ്ങനെ കളിക്കേണ്ടി വരും. നമ്മൾ വൈകുന്നേരം ഒരു അസറിൻ്റെ ഇറങ്ങി ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ടൗണിലെത്തി. അത് കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്ക് കുടുങ്ങിയപ്പോൾ നമ്മൾ ഭയങ്കര ലേറ്റായി. മരുവാങ്ക് കൊടുത്തില്ല, ഒരു 6:30 കേട്ടോ. അങ്ങനെ ബ്ലോക്കും വാഹനങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയി. തിരക്കൊന്നുമില്ല, നമുക്ക് സാധാരണ എത്തിയാലും മതി, ഓവർ തിരക്കൊന്നുമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്, നല്ല ബ്ലോക്കുണ്ട്. ലുലു മാളിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല ബ്ലോക്ക്. അപ്പം അങ്ങനെ പോവുകയാണ് നമ്മൾ. മോനൂസ് പിന്നെ മുട്ടായി കിട്ടിയാൽ മതി. പിന്നെ മുട്ടായി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവൻ തിന്നങ്ങനെ കുത്തിരുന്നോളൂ. ഓല പ്രായമാണല്ലോ. അങ്ങനെ മോനൂസിൻ്റെ ഓരോ കഥകളും കുസൃതികളും കണ്ടുങ്ങാണ്ട് ഞാൻ പോകുമ്പോൾ ഓന് വിശക്കുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയൊരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. അവിടെ എത്തിയാണ്ട് ബർഗറും സാൻഡ്വിച്ച് ലൈമ് ഓന് മറ്റേ സോസും കൂട്ടിയത്. സോസ് ഓൻ അച്ചാറിനാട്ടോ പറയുന്നത്, ഓനറിയില്ലല്ലോ. സ്വന്തമായിട്ട് ലൈമ കുടിക്കുന്നുണ്ട്. നല്ല വിശന്നേ തോന്നും, മഴ പെയ്യല്ലേ, നല്ല വിശപ്പുണ്ടാകുമല്ലോ. അപ്പോൾ ഓനങ്ങനെ തിന്നതും കണ്ടിങ്ങനെ രസിച്ച് കുത്തിരുന്ന് ഞങ്ങളും കഴിച്ച് കുറച്ച്. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് കല്ലായി പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പുഴയും മഴയും ആസ്വദിച്ച് ഇങ്ങനെ പോരാട്ടോ. ഇങ്ങനെ പോയാൽ നമുക്ക് എവിടെ എത്താം? തിരുവണ്ണൂരെത്താം. ഈ പാലം കഴിഞ്ഞാണ്ട് ഒരു പെട്രോൾ പമ്പും കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഇതുണ്ട് കേട്ടോ, സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഒന്നല്ല, കുറേ ഉണ്ട് അവിടെ ചാകരകൾ. എവിടെ നോക്കിയാലും സെക്കൻഡ് ഹാൻഡ് ഷോറൂം ആയിക്കട്ടോ. വലത് സൈഡും ഇടത് സൈഡും ഉണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള കാറുകൾ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഓന് കിട്ടിയിരിക്കുന്നു ജീപ്പ്, ആംബുലൻസ്, കാറൊക്കെ ഉണ്ട്. അത് കിട്ടിയപ്പോൾ ആശാൻ ഹാപ്പിയായി, ഓന് ഭയങ്കര സന്തോഷം. അത് ഉരുട്ടി കളിച്ചാണ്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ. അവിടെ വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ വൃത്തിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ഹോസ്പിറ്റലാണത്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. ഞാൻ കാറിൽ കുത്തിരുന്നു, ഞാനും മോനൂസും. അപ്പോൾ മോനൂസിന് ഞാൻ കിടക്കുമ്പോൾ കിടക്കാൻ പറഞ്ഞപ്പോൾ സീറ്റ് താത്തി കൊടുത്ത് അങ്ങനെ ഓനെ കിടന്ന് ചാടി കളിക്കുകയോ ചെയ്ത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ അശ്വനി പോകേണ്ടിയിട്ടുണ്ടായി. അശ്വനി അവിടെ ഞാൻ അറിയുന്ന ഒരാളുണ്ട്, നവാസ് സാർ, അവൻ്റെ അടുത്ത് പോയി അത് ടെസ്റ്റ് ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് കാണാൻ മാറിയിട്ടാണ് കല്ലായി പാലത്തിൻ്റെ പുഴയിൻ്റെ അടുത്ത് കൂടി നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോരുക കേട്ടോ. ഇതിലെങ്ങനെ ട്രെയിൻ പാളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുങ്ങാണ്ട് മോനൂസിനൊക്കെ പറഞ്ഞെടുത്ത് അങ്ങനെ പോകുന്ന വഴിക്ക് തിരുവണ്ണൂരെത്തി. തിരുവണ്ണൂർ നമ്മളെ ഒരു പോസ്റ്റ് ഓഫീസ് കയറി. നമ്മളെ ഇജാബ് ഉണ്ടല്ലോ, അപ്പോൾ ഇജാബ് കൊറിയറായിട്ട് അയക്കണ്ടായി. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് കയറി കൊടുക്കാൻ പോയി. ഞാനും മോനൂസും കാറിൽ കുത്തിരുന്നു. കുറച്ച് ലേറ്റായിട്ട് അവിടെ, കാരണം ഈ ചൊവ്വാഴ്ച ഇന്ന് മുതൽക്ക് ഈ ഒരാഴ്ച വരെ ഈ പോസ്റ്റ് ഓഫീസ് എന്തായിരുന്നു ഡിജിറ്റലാക്കാനുള്ള ഓരോ പ്ലാനിങ്ങല്ലേ. അപ്പോൾ ഇതുവരെ പോസ്റ്റ് ഓഫീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ പഠിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് അവിടെ ലേറ്റായി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഡെലിവറിയുള്ള അതൊക്കെ കൊടുത്ത് കൊറിയറൊക്കെ കൊടുത്ത് റിട്ടേൺ ഓല അവിടെ തിരിച്ച് വൈഫ് ഹൗസിലാക്കി ഞാൻ നാട്ടിലേക്ക് പോന്നു. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഒരു വണ്ടി സെയിലാക്കണ്ടേ, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഹാഷിം ഉസ്താദ് ഉണ്ട്. യൂണിക്കോൺ ഉണ്ട് ബൈക്ക്, പുതിയ വാങ്ങിയാൽ അപ്പോൾ മൂപ്പർക്ക് ഞാൻ യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു കറണ്ടിൻ്റെ വണ്ടി വേണമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട്
സെയിലാക്കാനുള്ള ആൾക്കാരെയും കൂട്ടി തന്നെ മൂപ്പര് വീട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ മൂപ്പര് വീട്ടിലേക്ക് ഉള്ള റോഡെത്തി. അവിടെ എത്തിങ്ങാണ് നോക്കുമ്പോൾ മൂപ്പരാടല്ല, മൂപ്പരാണ്ട് പിള്ളാസുണ്ട് അവരുടെ മക്കളാട്ടത് മൂപ്പര വീടുക. അങ്ങനെ കുറച്ച് മൂപ്പരെത്തിങ്ങാണ്ട് ഇതാ ഈ കാണുന്ന വണ്ടിയാണ് യൂണിക്കോൺ, ഇതാണ് സെയിലാക്കണത്. അങ്ങനെ സംസാരിച്ച് ആൾക്കാരൊക്കെ സംസാരിച്ച് വളരെ കേട്ടോ വാങ്ങാൻ വന്ന ആൾക്കാർ ചേളന്നൂറുള്ള ടീമാണ്. പൈസ കൊടുത്ത് എന്ത് ചെയ്ത് ആശംസ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവർക്ക് ചാവി കൈമാറി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വണ്ടി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മൂപ്പർക്കും മൂപ്പര മക്കൾക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ, വണ്ടി ഇങ്ങനെ പോവുകയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചാനൽ നൈസ് ചായയും പഴംപൊരി കഴിച്ച് റാഹത്തായി പിന്നെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.